ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഓണമായിട്ട് എല്ലാവരും അടിച്ച് പൊളിച്ചിരിക്കുക. ഞങ്ങളിന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പോൾ നമ്മളൊന്ന് ഫസ്റ്റ് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി. 6 മണിക്ക് പ്ലാൻ ചെയ്തതാണ്. ഇപ്പോൾ ടൈം വന്നിട്ട് 8:30 വിഷ്ണു വന്നിട്ടുണ്ട്. എന്താ വിഷ്ണു, ഞാനും വിഷ്ണുവും കൂടെ ഇറങ്ങി അല്ലേ? വിഷ്ണു വേണ്ട കുട്ടപ്പനായിരിക്കുകയാണ്. ഇനി ഓരോരുത്തരെയായി പിക്ക് ചെയ്തിട്ട് പോകണം. ശിനുവാട്ടൻ, ശിവ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിളിച്ച് നമുക്ക് നേരെ പോവാം അമ്പലത്തിൽ. പോട്ടെ ഗൈസ്, കണ്ട ഗൈസ് എല്ലാ അമ്പലത്തിലും തിരക്കാണ്. നമ്മളിങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ പക്ഷെ ഇവിടെ അല്ല, നമ്മൾ ചിറ്റൂർ കാവിക്കാണ് പോകണം. ചിറ്റൂർ കാവ് ഗൈസ്. പോണ വഴിക്ക് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഓണമായിട്ട് ഫുള്ള് മഴ തന്നെ ഇപ്പോൾ. ഗായ്സ്, അപ്പം നമ്മൾ ശിനുവാട്ടൻ്റെ അവിടെ എത്താറായി. ആളിവിടെ ഉണ്ടാവും. കാവാണെങ്കിൽ കുറച്ച് സൗണ്ട് കുറയ്ക്കൂ. അപ്പോൾ അതാ ശിനുവാട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നമുക്ക് നോക്കാം. അതവിടെ ബേക്കറിയിൽ ഉണ്ട് എന്നാണ് ആൾ പറഞ്ഞത്. അവിടെ തന്നെ ഉണ്ട് ആള്. നോക്കട്ടെ. കാവാണേ എവിടെ? ഇതന്നെ ബേക്കറി. എവിടെ 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 എവിടെടാ? ഏത് മുണ്ടാ? മുണ്ട് ശിനു. അപ്പോഴേക്കും അടുത്ത ആളെ വിളിക്കണ്ടേ? ശിവ തന്നെ. ഞങ്ങളിത് അവിടെ എത്തി. ശിനുവാണ്ണനെ വിളിക്കണോ? ഓക്കെ, റെഡി. ചിറ്റൂര് നിക്ക ഗായ്സ്. അപ്പൊ ശിനുവാട്ടൻ വന്നിട്ടുണ്ട്. ഇതാ നല്ല ചിറ്റൂർ അമ്മയ്ക്ക് നേർച്ചിടമുള്ള പൈസ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതാ സീര് നല്ല മുണ്ടി ഷർട്ട് എടുക്ക ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അമ്പലം എത്തി. ബട്ട് ഫുള്ള് മഴ. ഇതാ കണ്ടാ, മഴയത്ത് വെളിയിൽ ഇറങ്ങാണ്ട് ഇരിക്കണ്ട ഉള്ളിൽ തന്നെ. ഇനി ശിവ വരണം. ശിവ എന്തായാലും കുറച്ചു നേരം കഴിയും പറഞ്ഞു വരെ. ഗൈസ്, ഇവിടെ ഫുൾ മഴ. ഞങ്ങൾ അവിടെ ഷെഡിന് താഴെ നിൽക്കുകയാണ്. ഇനി അവിടേക്ക് ഓടണം അമ്പലത്തേക്ക്. അവിടെയാണ് അമ്പലം. എന്തിന് വന്ന ആൾക്കാർ ഭക്തർ വന്നവര് പോയിട്ടില്ല. പിന്നെ അങ്ങനെ നമ്മൾ പിന്നെ പുതിയ ഭക്തർ കയറും. യെസ്, കറക്റ്റാണ്. ഗൈസ്, നമ്മൾ അകത്ത് കയറിയിരിക്കുന്നു. പൂക്കളവും മാവേലി. ഹാപ്പി ആണോ? എല്ലാവർക്കും നമുക്ക് ചന്ദനം ഇത് കിട്ടി. ആയി ഞാൻ പൊട്ടി വെച്ച പോലെയാടാ. ഇനി ഇത്തിരി വെള്ളയും വേണം. വെള്ളച്ചന്ദനം ഉണ്ടായില്ലേ? വെള്ളച്ചന്ദനമല്ല, ഭസ്മ. ഗൈസ്, അപ്പൊ നമ്മൾ 2 അമ്പലത്തിലും പോയി നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അവിടേക്ക് വന്നിരിക്കുന്നത് വിളിക്കാത്ത കല്യാണത്തിന്? അതെ, നോക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് തൊഴുതിയിട്ട് ഇറങ്ങി. ഇനി നേരെ ശിവനെ വിളിക്കാൻ പോണം. പറഞ്ഞ പോലെ ശിവി എത്തിയില്ല. അമ്പലം കഴിഞ്ഞിട്ട് എത്താനേ. അവിടെ തൊഴുതുണ്ട് അത്രേ. അമ്പലത്തിൽ വന്നിട്ട് എന്താ പറയാനുള്ളത്? ഇനിയിപ്പോ പറയാനുള്ളത് ഗായ്സ്, ഇവിടെയും കച്ചവടം. ഏതെടുത്താലും 100, അപ്പൊ നമ്മള് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ ശിവനെ കൂട്ടണം. പിന്നെ പരിപാടി കഴിഞ്ഞു. നേരെ പിന്നെ വീട്ടിക്ക് അല്ലേ? ശിവനെ കിട്ടി. ഹാപ്പി ഓണം. വണ്ടി നിർത്തിട്ട് വാ. അപ്പൊ നമ്മൾ ശിനുവാണ്ട് ഇറക്കി വിട്ടു. അപ്പോഴേക്ക് ശിവ കയറി. ഇനി നമ്മളെല്ലാരും കൂടെ നേരെ വീട്ടിലോട്ട് പോകാം. നീ ഒരു എന്ത് പരിപാടിയാണ്ടാ കാണിക്കണേ? എന്റെ ബർത്ത്ഡേ ആണ്. ഇപ്പോഴാ അറിയണ തോന്നുന്നു അല്ലേ? ചെറിയൊരു പാട്ട് പറ്റി. ഷൂ എടുത്ത് ബൂട്ടായി പോയി. നീ അത് ഇടുവോ ഇല്ലയോന്ന് എനിക്ക് അറിയില്ലല്ലോ. തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് ഇതെടുത്താണ്. അച്ഛനോട് എടുക്കാൻ പറഞ്ഞു. റെഡി. താങ്ക് യു. അപ്പൊ വിഷ്ണുവിനെ ഇറക്കി വിട്ടു. ശിവയുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാ. ഇനി കുറച്ച് പരിപാടികളല്ലേ? പിന്നെ ഉച്ചയ്ക്ക് സിനിമ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ടോക്സിക്. ഇന്നാണ് ടോക്സിക് റിലീസ്. അപ്പൊ നമ്മൾ സിനിമയ്ക്ക് എന്തായാലും പോകണം. അപ്പൊ ബുക്ക് ചെയ്തു ഓൾറെഡി. ഇന്നലെ ബുക്ക് ചെയ്തു. അത് ചിറ്റൂരാണ്. അപ്പൊ അങ്ങനെ ചിറ്റൂരാണ്. അണിക്കോട്.
ഗൈസ് അപ്പോൾ നമ്മൾ കഴിക്കാതിരിക്കുകയാണ്. നമ്മൾ മാമൻ്റെ വീട്ടിലേക്കാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫുൾ റെഡി ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അതാ ഗായ്സ്. അപ്പോൾ നമ്മൾ സദ്യ കഴിച്ചിറങ്ങി നേരെ ടോക്സിക് മൂവിക്ക്. ഇന്നാണ് റിലീസ്. ഫസ്റ്റ് ഡേനെ കണ്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം. വിഷ്ണു അവിടെ നിൽക്കുന്നുണ്ട്. വേണ്ടതിനും കൂടെ നേരെ പോവാം. വിഷ്ണുവിനെ പിക്ക് ചെയ്യുക, പോവാം. ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അതുകൊണ്ട് പിന്നെ സീനില്ല. ഗായ്സ് വിഷ്ണുവിനെ കിട്ടി. നമുക്ക് നേരെ എല്ലാവർക്കും കൂടെ സിനിമയ്ക്ക് പോവാം. ഷിനോട്ടനില്ല കേട്ടാ, നമ്മളെ മൂന്നുപേരും കൂടിയാ പോക്ക്. ആയിരിക്കും ഷാറൂഖ് ഖാനാ. ഗായ്സ് അപ്പോൾ നമ്മൾ തിയേറ്റർ എത്തിയിട്ടുണ്ട്. ഇതാ ഈ ടോക്സിക് കാണുക, ബാക്കി എന്നിട്ട് നോക്കാം. വിഷ്ണു ഗായ്സ് അപ്പോൾ നമ്മൾ തിയേറ്ററിലെത്തി. ഗായ്സ് അപ്പോൾ ഇന്റർവെല്ലായി. ഞങ്ങളിതാ പുറത്തിറങ്ങി ഒരു കോഫിയും കുടിച്ച് നിൽക്കണം. നിങ്ങൾക്ക് എന്താ പറയണത് ഈ സിനിമയെ കുറിച്ച്? എനിക്ക് ഇതുവരെ കഥ എന്താന്ന് പിടികിട്ടിയിട്ടില്ല. ടൈമാക്കി ഇതൊരു കഥയില്ലാത്ത സിനിമ. ഇന്റർവെല്ലായിട്ട് എന്താന്ന് ഏതാന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. നയൻതാര അവൻ്റെ ചേച്ചിയാന്ന് മാത്രം മനസ്സിലായി, ബാക്കി ഒന്നും ഒരു പിടിയില്ല. അയ്യോന്നായി. എന്തായാലും കോഫി കുടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഉഷാറായിട്ട് കയറാം. ശിവ ഫുള്ള് ഉറക്കുമായിരുന്നു. സിനിമ കഴിഞ്ഞു. ശിവ അണിക്കടാ. ശിവ സിനിമ കഴിഞ്ഞു. എനിക്ക് പോവാ. കഴിഞ്ഞവേ സിനിമ കഴിഞ്ഞു പറയണു ഇവരൊക്കെ. എനിക്ക് തോന്നിയില്ല അതൊക്കെ. എനിക്ക് എന്താ എന്ത് ആന്റെ കൊല്ലണേ. സിനിമ കഴിഞ്ഞു, എന്താന്ന് ഒരു പിടി കിട്ടിയില്ല കേട്ടോ എനിക്ക്. വിഷ്ണു നീ പറ, നീ കണ്ടത് സ്റ്റെല്ലയാ? ഇവനെന്തോ മകനാണ് അച്ഛനാണെന്നൊക്കെ പറയണ്ടെന്ന് കടയില്ലേ. എനിക്ക് അതുപോലെ മനസ്സിലായി. അവൻ മരിച്ചു ലാസ്റ്റ്. ഗൈസ് അപ്പം നമ്മൾ ടോക്സിക് സിനിമ കഴിഞ്ഞ് ശരി ഉറക്കമൊക്കെ അതിന് എണീച്ചു. ഇനിയിപ്പോ വീട്ടിൽ പോവാണത്രേ. വിഷ്ണുവിനെ വരുന്ന വഴി ഇറക്കി വിട്ടു. ഞങ്ങൾ നേരെ വന്നിട്ട് മറ്റേ സിനിമയ്ക്ക് കൂടെ പോകാന്ന് വിചാരിച്ചാണ്. അത് നിവിൻ പോളിൻ്റെ. ബട്ട് അതിന് ടിക്കറ്റ് കിട്ടില്ല. അപ്പോൾ ഇവൻ വീട്ടിൽ പോവാണ് പറഞ്ഞത്. ഓക്കെ, ഞായറാഴ്ച ഇനി പോവാൻ വിചാരിച്ചു. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ, ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ ഞാൻ തിരിച്ച് വീടെത്തി. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ കാണിച്ചു തരാം. ശിവയും ചേച്ചിയൊക്കെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ശിവ ദിസ് ഷർട്ട് തന്നു ഗൈസ്. താങ്ക് യു ശിവ. ആൻഡ് ശില്പ കുറേ ഇങ്ങനത്തെ എന്താണ് ഫേസ് വാഷ്, പിന്നെ സൺസ്ക്രീൻ, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ തന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ.